മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നതിനുപരി എന്നെ കേട്ടിരിക്കുന്ന, എനിക്ക് കൂട്ടിയിരിക്കുന്ന ഒരു ഡോക്ടറെ ഞാൻ ഒരുപാട് രാത്രികളിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ വെള്ളക്കോട്ടും സ്റ്റെത്തും ഒക്കെ ഇട്ട് നിൽക്കുന്ന എൻ്റെ തന്നെ വലുതായ ഒരു രൂപം. ഡിസേബിൾഡ് ആയതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതിനായിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, അർച്ചന എന്ന കുട്ടിക്ക് ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റില്ല. ഞങ്ങൾ 146 പേരാണ് അന്ന് ഗ്രാജുവേറ്റ് ആയത്. അതിൽ 145 പേരും ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്തൊരു ക്യാമ്പസാണ്. അക്കാഡമിക് ബ്ലോക്കിലൊരു യൂറോപ്യൻ ബാത്റൂം വരുന്നത് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് അവിടെ കിട്ടി 4 കൊല്ലത്തിന് ശേഷമാണ്. അത്രയും സപ്പോർട്ടീവ് അല്ലാത്ത, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്തൊരു എൻവയൺമെൻറ്റിൽ എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റി. അന്നത്തെ 2018 അനാട്ടമി വിഭാഗം HOD എന്നോട് പറഞ്ഞു, തനിക്ക് റീച്ചബിൾ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, താൻ വരരുതായിരുന്നു എന്ന് പറഞ്ഞു, പഠിക്കാൻ വരരുതായിരുന്നു എന്ന് പറഞ്ഞു. ആ ഹറാസ്മെന്റ് ഇല്ലായിരുന്നു വെച്ചാൽ ഞാൻ ചിലപ്പോൾ പല വർഷങ്ങളിലെ എക്സാമുകളും ഇത്ര ഒരു ഫയറോടെ ഫേസ് ചെയ്യില്ലായിരുന്നു. എനിക്കിത് പറ്റില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ ആവാനാണ്. സ്വന്തം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ ബേസിക് നീഡ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് സമൂഹത്തിലെ ഓരോ പേഷ്യൻസിൻ്റെയും അവസ്ഥകൾ മനസ്സിലാക്കുക? ഡിസേബിൾഡ് ആയ ഒരാൾക്ക് വേണ്ടി ഒരു ഡിസേബിൾഡ് ആയ ആൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് ഡിസേബിൾഡ് ആയ ഒരാൾക്ക് വേണ്ടി നോൺ ഡിസേബിൾഡ് ആയ ഒരുപാട് പേര് സംസാരിക്കുന്നതാണ്. ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികെ പാറി വന്നേനേ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊരവസ്ഥേനെ പോയി പണി നോക്കാൻ പറഞ്ഞ് എത്തി നിൽക്കുകയാണ് ഡോക്ടർ അർച്ചന എന്ന പേരിലേക്ക്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അർച്ചനയെ പോലുള്ള ഒരുപാട് ആളുകൾക്കും ഞങ്ങൾക്കും അതെ. നമുക്കൊരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികെ പാറി വന്നേനേ. ഒരു മലരായിരുന്നെങ്കിൽ ഞാൻ നിൻ കൂന്തലിൽ ചൂടി നിന്നേനേ. അരുമ പ്രകാശമോ അളവുറ്റ സ്നേഹമോ എൻ മുന്നിൽ വന്നു നിന്നിടിൽ. അതിവിമലമാം കലാലയ സ്മരണയിൽ അഗതിയായി ഞാൻ നടന്നപ്പോൾ ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികെ പാറി വന്നേനേ. ഡോക്ടർ ആവുക എന്നുള്ളത് എപ്പോൾ തൊട്ടുണ്ടായൊരു മോഹമാണ്? ഡോക്ടർ ആവുക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹം മാത്രമല്ല, എൻ്റെ ജീവിതം അതാണെന്ന് എനിക്ക് ഏതൊക്കെയോ സിറ്റുവേഷനിൽ റിയലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലത്ത്. കാരണം ഞാൻ എപ്പോഴും കോട്ട് ചെയ്ത് വെക്കാറുള്ളൊരു ലൈനാണ്, എൻ്റെ കുട്ടിക്കാലത്തിന് ആശുപത്രി കിടക്കകളുടെ പച്ചരിച്ച നിറവും ഫിനോയിലിന്റെ മണവുമാണ് എന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള വേനൽക്കാല അവധി മൊത്തം ആശുപത്രിയിലായിരുന്നു. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാരും അതോടെ മടുക്കേണ്ടതാണ് ആശുപത്രികൾ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശരിക്കും എങ്ങനെ ആഗ്രഹം വന്നത്, മടുത്തു പോവല്ലേ വേണ്ടത് എന്ന്. പക്ഷെ ഞാൻ അവിടെ ആഗ്രഹിച്ചത്, എന്നെ കേട്ടിരിക്കുന്ന ഒരു ഡോക്ടറെ ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നതിനുപരി എന്നെ കേട്ടിരിക്കുന്ന, എനിക്ക് കൂട്ടിയിരിക്കുന്ന ഒരു ഡോക്ടറെ
ഞാൻ ഒരുപാട് രാത്രികളിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഡോക്ടറെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ ആയപ്പോൾ എനിക്ക് തോന്നി എനിക്കെന്തുകൊണ്ട് അങ്ങനെ ഒരു ഡോക്ടർ ആയിക്കൂടാ എന്നുള്ളത്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ഡിസബിലിറ്റി എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ബോധേഡ് ആയിരുന്നില്ല. ഒരു മെഡിക്കൽ പ്രൊഫഷനിലോട്ട് എത്തിപ്പെടാൻ ഞാൻ ഇപ്പൊ ഫേസ് ചെയ്ത അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന എനിക്ക് ഒരിക്കലും അറിഞ്ഞൂടായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പൊ നമുക്ക് ആഗ്രഹത്തിനും സ്വപ്നത്തിനും അതിരുകളില്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ വെള്ളക്കോട്ടും സ്റ്റെത്തും ഒക്കെ ഇട്ട് നിൽക്കുന്ന എൻ്റെ തന്നെ വലുതായ ഒരു രൂപം. അപ്പോ അതിലോട്ട് എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു ചെറുപ്പം മുതലുള്ള ആഗ്രഹം. ചെറുപ്പത്തില് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ ഉള്ള ഒരു? സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ ബൈക്കിൽ കൊണ്ടുപോയി വിടായിരുന്നു സ്കൂളിലൊക്കെ. അത്യാവശ്യം എല്ലാ കലോത്സവ വേദികളിലും അതുപോലെ തന്നെ ഈ സയൻസ് ഫെസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളിലും എല്ലാറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ കലോത്സവ വേദികളിലാണെങ്കിലും ഞാൻ അന്ന് ഇലക്ട്രിക് വീൽ ചെയർ ഇല്ല, അപ്പോ അച്ഛൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പല വേദികളിലോട്ടും. അന്നത്തെ ന്യൂസ് പേപ്പറൊക്കെ ഞാൻ ഇപ്പോഴും കലോത്സവ കാലം വരുമ്പോ എടുത്ത് നോക്കാറുണ്ട്. ന്യൂസ് പേപ്പറില് ഞാൻ വീൽ ചെയർ യൂസ് ചെയ്തിട്ട് ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലോട്ട് ഓടി നടന്നിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഒക്കെ ആയിരുന്നു ആ സമയങ്ങളിൽ. ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ട് തന്നെയായിരുന്നു. ആകെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബാത്റൂമിന്റെ ഒരു പ്രശ്നമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ വാഷ്റൂം ചിലപ്പോ വീൽ ചെയർ ഫ്രണ്ട്ലി ആവില്ല എല്ലാ സ്ഥലത്തും. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 10th കഴിഞ്ഞ് ഞാൻ +2 പോകുമ്പോ സയൻസ് സ്ട്രീം എടുക്കുക എന്നുള്ളൊരു കാര്യം അപ്പൊ ഞാൻ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞപ്പോ അപ്പോഴായിരുന്നു ഒരു ചാലഞ്ച് ആദ്യമായിട്ട് വന്നത്. അപ്പോഴാണ് ശരിക്ക് ഞാൻ ഡിസേബിൾഡ് ആണ് എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെന്റ്, ആദ്യമായിട്ട് തോന്നിയ ഒരു മൊമെന്റ് അതാണ് എന്ന് പറയാം. സയൻസ് സ്ട്രീം എടുക്കാനായിട്ട് നമുക്കൊരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോൾ സയൻസ് സ്ട്രീം എടുക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ അവരെ ഞാൻ കൺവിൻസ് ചെയ്യേണ്ടി വന്നു എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ്. പിന്നെ സ്കൂളിൽ പോയപ്പോഴും അതെ, ലാബെല്ലാം മേലെയായിരുന്നു. അപ്പോ ലാബിലോട്ട് എങ്ങനെ എത്തിപ്പെടും, ലാബ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും സയൻസ് സ്ട്രീം എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയി. അപ്പോ അച്ഛനുള്ളതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞ. അച്ഛൻ എന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ആഫ്റ്റർനൂൺ ആയിരിക്കും ലാബ്. അപ്പൊ അച്ഛൻ പോസ്റ്റ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരെ സ്കൂളിലോട്ട് വരും. അച്ഛൻ എടുത്തുകൊണ്ട് പോയി ലാബിലാക്കും. പിന്നെ ലാബ് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയായിരുന്നു +2 വരെയുള്ള കാലഘട്ടം. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ 3 സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത്. LP UP അച്ഛൻ്റെ പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള സ്കൂളിൽ തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലും അച്ഛൻ ഓടി വരാലോ എന്നുള്ള കാരണം കൊണ്ട് അടുത്തുള്ള മഞ്ഞളൂർ ASBS സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ തേങ്കുറിശ്ശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചു. +1 +2 കൊടുവായൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചു. കലോത്സവത്തിൽ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ മത്സരങ്ങൾക്കായിരുന്നു അന്ന് പങ്കെടുക്കാറുണ്ടായിരുന്നത്? മ്യൂസിക് ഐറ്റംസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. കവിത, ലളിതഗാനം, ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനെ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. ഒരു കവിത ചൊല്ലോ. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. നിലാവിലെ നീലവാനം പോലെ ഞാനൂറി വന്നൊരാ നാദമൂകാജം എന്നിലലിഞ്ഞു പോയി. എൻ മണമൊക്കെയുണ്ണിക്കെന്നു പൂവുകൾ, ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ.
നീ വിളക്കാവുകെന്നർക്കചന്ദ്രാനലർ താളമേ നീ എന്നു താരാട്ടുപാട്ടുകൾ ഉന്നമേ വന്നു നിറഞ്ഞൊരാകാശം എൻ കണ്ഠതമ്പുരുവിൽ തുടർന്നു ശ്രുതി സാധകം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ലൈബ്രറി ആയിരുന്നു. അപ്പോൾ എനിക്ക് ദൂരെ കുട്ടികളുടെ ഒപ്പം ഒന്നും പോയി കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ എല്ലാ ഈവനിങ്ങും ലൈബ്രറിയുടെ ഉള്ളിൽ കൊണ്ടുചെന്നാക്കും. ഞാൻ അവിടുന്ന് ബുക്സ് എടുക്കും, വായിക്കും. അപ്പം അങ്ങനെ പതിയെ എഴുത്തു തുടങ്ങി. അച്ഛനും അമ്മയും എങ്ങനെയൊക്കെയോ എൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചു എഴുതും എന്നുള്ള കാര്യം. ഞാൻ 9th പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അർച്ചനപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട് കവിതാ സമാഹാരമായിരുന്നു, പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എഴുത്ത് ഇപ്പോഴും കൂടെ ഉണ്ട്. ഡോക്ടർ ആവുക എന്നുള്ളൊരു ആഗ്രഹം വന്നു, അങ്ങനെ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നു. പിന്നെ എൻട്രൻസ് എഴുതി. ആദ്യത്തെ എൻട്രൻസിൽ തന്നെ കിട്ടിയോ? അല്ലെങ്കിൽ ആദ്യത്തെ എൻട്രൻസിൽ എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഡിസേബിൾഡ് ആയതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതിനായിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു അർച്ചന എന്ന കുട്ടിക്ക് ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പെട്ടെന്നൊരു അർദ്ധരാത്രിയിലുണ്ടായ സ്വപ്നമല്ല, അല്ലെങ്കിൽ എല്ലാവരും എൻട്രൻസ് എഴുതുന്നത് കൊണ്ട് എന്നാൽ ഞാനും എൻട്രൻസ് എഴുതാ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ആഗ്രഹമല്ല. അപ്പം അതുകൊണ്ട് അവര് പറഞ്ഞ ഒരു പറ്റില്ല എന്ന വാക്കിന്റെ പുറത്ത് എനിക്ക് അവിടെ ഉപേക്ഷിക്കാനും പറ്റില്ലായിരുന്നു എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം വീണ്ടും എഴുതി, വീണ്ടും സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിനെ അപ്രോച്ച് ചെയ്തു. പക്ഷെ അവർക്ക് എന്നെ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ റിജക്റ്റ് ചെയ്ത് വിട്ടതല്ലേ, അപ്പോ ഫിസിക്കൽ കണ്ടീഷൻ ഒരിക്കലും ബെറ്റർ ആവുന്നില്ലല്ലോ, അപ്പോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ വീണ്ടും അവർ ചോദിച്ചു. ആ ഒരു സമയത്താണ് ഞാൻ ശരിക്കും ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. എനിക്ക് അത്രയും നാൾ അച്ഛൻ, അമ്മ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിന്റെ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുണ്ട് എന്ന് പറയാൻ അവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ടാമത്തെ തവണയും അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പതിയെ പറഞ്ഞു തുടങ്ങി, നമ്മൾ വർഷങ്ങൾ വേസ്റ്റ് ആക്കുകയാണ്, അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഡിഗ്രി പഠിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ, അത് ചെയ്താലോ എന്നുള്ള സജഷൻസ് വന്നു. എൻ്റെ സ്വപ്നത്തിന്റെ ആ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ചെറുപ്പം തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മോഹം. അതെ, അപ്പൊ എനിക്കൊരു ഓപ്ഷൻ ബി ഇല്ല. അതേപോലെ തന്നെ ഇനി ഒരു ഡിഗ്രി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട ആ ഡിഗ്രി പഠിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ആക്കുകയാണെന്നൊക്കെ ഉള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. പക്ഷെ അപ്പോഴും ഇത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എങ്ങനെ എൻ്റെ മനസ്സിൽ വന്നതെന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ അറ്റംപ്റ്റും കൂടി എന്നെ ചെയ്യാനായിട്ട് സമ്മതിക്കണം. ഒരു 3rd അറ്റംപ്റ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി പഠിച്ചോളാം എന്നുള്ള അവസ്ഥയിലെത്തി. ഞാൻ 3ാമത്തെ പ്രാവശ്യം വീണ്ടും എഴുതി. പക്ഷെ ആ ടൈം ഞാൻ നാഷണൽ മെഡിക്കൽ ബോർഡിനെ അപ്രോച്ച് ചെയ്തു. അപ്പം അവിടുന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിലായിരുന്നു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായിട്ട് പോയത്. അപ്പം അവര് അപ്രൂവ് ചെയ്തു. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് അലോട്ട്മെന്റ് ലിസ്റ്റിൽ ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് തന്നെ പേരുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അർച്ചനയുടെ കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഒരു മോഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഉള്ള കടമ്പ എന്ന് പറയുന്നത് നമ്മൾ +2 സയൻസ് എടുക്കണം. അതിനുവേണ്ടി കുറച്ച് ബുദ്ധിമുട്ട്, അവസാനം എടുക്കുന്നു, എൻട്രൻസ് എഴുതുന്നു. അതൊക്കെ കഴിഞ്ഞ് അർച്ചന കോളേജിലെത്തുന്നു. അവിടെയും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല പഠനം, സാഹചര്യം ഒക്കെ. കാരണം നമുക്കറിയാം നമ്മുടെ ഒരിടവും ഇപ്പം കുറേയൊക്കെ ആയി വരുന്നുണ്ടെങ്കിൽ പോലും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ല. കോട്ടയം മെഡിക്കൽ കോളേജും വേറൊരു വിധത്തിലാവാൻ സാധ്യതയില്ല, അവിടെയും അങ്ങനെ തന്നെയാവും. ഞാൻ വായിച്ചിട്ടുണ്ട് അർച്ചന എഴുതിയിട്ട്. ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട്.
അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തിട്ടാണ് അർച്ചന ഈ ഒരു ഡോക്ടർ അർച്ചന എന്ന പേര് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ? വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ ആക്ച്വലി ഡോക്ടർ ആവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലൈഫ് അതാണെന്ന് ഒരുപാട് രാത്രികളിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മെഡിക്കൽ കോളേജ് ഇങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു റിയൽ ലൈഫിലോട്ടാണ് ഞാൻ ചെന്ന് എത്തിപ്പെട്ടത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ലൈഫിൻ്റെ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു മെഡിക്കൽ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. എനിക്ക് +2 വരെ ചുറ്റിലും നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് സപ്പോർട്ടീവായ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്നേഹിക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഒരു മെഡിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം കയറി ചെല്ലുന്നത് നമ്മൾ സിനിമയൊക്കെ കാണാനിരിക്കുന്ന പോലെ ഗാലറി ആയിട്ടുള്ള ഒരു ക്ലാസ്സിലോട്ടാണ്. അപ്പം എനിക്ക് മേലോട്ട് കയറാൻ പറ്റില്ല ക്ലാസ്സിൻ്റെ. എനിക്ക് എപ്പോഴും ഫ്രണ്ട് റോയിൽ ഇരിക്കണം. എനിക്കാണെങ്കിൽ ഇവർ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യത്തെ ക്ലാസ് നമ്മൾ ഈ +2 കഴിഞ്ഞ് നേരെ ചെല്ലുന്ന ഒരുപാട് കുട്ടികളാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയുന്നില്ല. ഫ്രണ്ട്സ് ആരും വന്ന് ചോദിക്കുന്നില്ല ഞാൻ അടുത്തിരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ആരും ചോദിക്കുന്നില്ല. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യുന്നത് ആ ദിവസമാണ്. എൻ്റെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ് ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെതായ മാനസിക പ്രശ്നങ്ങൾ എനിക്ക്. അപ്പോ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിചാരിച്ചു, ഓക്കെ പതിയെ ശരിയാവും, ഓക്കെ ആവും, എല്ലാരും ഇതുപോലെ തന്നെ ആയിരിക്കൂലോ, എല്ലാരും +2 കഴിഞ്ഞ് വന്നതാണ്, പതിയെ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഒരു കളർഫുൾ ലൈഫിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അവിടെ ഫാക്കൽറ്റീസ് ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല. എനിക്ക് എങ്ങനെ തുറന്ന് പറയണം എന്നറിയില്ല. ഒറ്റ വേർഡിൽ പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാൻ നല്ലോണം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ജോയിൻ ചെയ്ത ടൈമിൽ തന്നെ അവിടെ യൂറോപ്യൻ ബാത്റൂം ഇല്ല, ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്നുള്ള ഒരു ആശയം പോലും ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധാരണ യൂറോപ്യൻ ടോയ്ലറ്റ് മാത്രം. അതാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് പ്രിൻസിപ്പലിന് കൊടുക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്തൊരു ക്യാമ്പസ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോ ഭയങ്കര ഒരു സെൽഫ് പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം അത്രയും സപ്പോർട്ടീവ് അല്ലാത്ത, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്തൊരു എൻവയൺമെന്റ് എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഒരു ടോയ്ലറ്റിന്റെ ആവശ്യത്തിനാണ് ഞാൻ പ്രിൻസിപ്പൽ ഓഫീസിൽ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അവര് പറഞ്ഞു, തൽക്കാലം ഫാക്കൽറ്റീസ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ഉണ്ട്, അപ്പം അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും നമുക്ക് ഈ എല്ലാ ടീച്ചേഴ്സും ഇരിക്കുന്ന റൂമിൽ നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് ചെന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ നമുക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു, റാമ്പ് ഉണ്ടായിരുന്നില്ല നമ്മുടെ അക്കാഡമിക് ബ്ലോക്കിലോട്ട് കയറുന്ന സ്ഥലത്ത്. റാമ്പ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഫ്രണ്ടില് റാമ്പ് എന്ന പേരില് ഒരു കുത്തനെയുള്ള സ്ലോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലൂടെ ആർക്കും കയറാൻ പോലും പറ്റില്ല. അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് എന്ന് വെച്ചാൽ അനാട്ടമി വിഭാഗത്തിന് നമുക്ക് ഡിസെക്ഷൻ വരും. അപ്പോ ഡിസെക്ഷൻ എല്ലാവർക്കും ടെൻഷനുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ കേട്ട് മാത്രം പരിചയമുള്ള മൃതശരീരങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോ അങ്ങോട്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് റീച്ചബിൾ അല്ല. ആ കാര്യം പറഞ്ഞപ്പോ അന്നത്തെ 2018 അനാട്ടമി വിഭാഗം HOD എന്നോട് പറഞ്ഞു,
തനിക്ക് റീച്ചബിൾ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, താൻ വരരുതായിരുന്നു എന്ന് പറഞ്ഞു. പഠിക്കാൻ വരരുതായിരുന്നു എന്ന് പറഞ്ഞു. അന്നേ ദിവസം തുടങ്ങിയ മാനസികമായിട്ടുള്ള ആ ഹറാസ്മെന്റ് എൻ്റെ ഫസ്റ്റ് ഇയർ കഴിയുന്നവരെയും നിലനിന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അമ്മയോട് പറഞ്ഞു അനാട്ടമി ഡിസെക്ഷൻ ഹാളിലോട്ട് എന്നെ കൊണ്ടുചെന്ന് ആക്കാനായിട്ട് അമ്മ എല്ലാ ദിവസവും കോളേജിൽ തന്നെ നിൽക്കണം, ഫ്രണ്ട്സ് ആരും ഹെൽപ്പ് ചെയ്യരുത്. അപ്പം നമുക്ക് എല്ലാവർക്കും ആണെങ്കിൽ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യോ, എക്സാം എഴുതിപ്പിക്കില്ലേ എന്നൊക്കെയുള്ള ടെൻഷനാ. ഇന്റേണൽ മാർക്ക് കുറയ്ക്കോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാതെയായി. എന്നെ ഹെൽപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞു, അമ്മ തന്നെ വരണം. അപ്പൊ അങ്ങനത്തെ കോളേജാണ്, ഡോക്ടേഴ്സ് ആണ്. അതെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഞാനും അമ്മയും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാ, എല്ലാ ഡോക്ടേഴ്സിന്റെയും ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ആ ഗ്രാജുവേഷൻ സെറിമണിയിലെ സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടുന്ന ഓത്തും കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് ഉള്ളൊരു വീഡിയോയ്ക്ക് താഴെ ഞാൻ എഴുതിയ ക്യാപ്ഷനും അത് തന്നെയായിരുന്നു. കുറ്റപ്പെടുത്തിയവരോട്, അവഗണിച്ചവരോട്, പുച്ഛിച്ചവരോട്, എനിക്ക് കൂട്ടുനിന്നവരോട്, സ്നേഹിച്ചവരോട്, എല്ലാത്തിനും ഉപരി 2018 വർഷത്തെ അനാട്ടമി വിഭാഗം HODയോട് ഒരുപാട് നന്ദി എന്നുള്ളതായിരുന്നു എൻ്റെ ആ ഒരു വീഡിയോന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു വ്യക്തി എൻ്റെ ഗ്രാജുവേഷൻ കാണണം, അല്ലെങ്കിൽ ഞാനിത് നേടുന്നത് കാണണം, ഞാൻ വീണ് പോയിട്ടില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. ഒരു പക്ഷേ ആ ഹറാസ്മെന്റ് ഇല്ലായിരുന്നു വെച്ചാൽ ഞാൻ ചിലപ്പോൾ പല വർഷങ്ങളിലെ എക്സാമുകളും ഇത്ര ഒരു ഫയറോടെ ഫേസ് ചെയ്യില്ലായിരുന്നു. എനിക്കിത് പറ്റില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുമായിരുന്നു. പക്ഷേ പല എക്സാമുകളും ഡിഫിക്കൽട്ട് ആവുമ്പോഴും ആ ഒരു വ്യക്തി ഓർക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദി തോന്നാറുണ്ട്. കാരണം എൻ്റെ അമ്മയുടെയും കണ്ണ് നിറച്ചത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ഇത്ര വാശി വന്നത്, എൻ്റെ ആഗ്രഹത്തിന്റെ ആ ഒരു തീവ്രത കൂടിപ്പോയത്. ചിലപ്പോൾ ഫസ്റ്റ് ഇയർ ഒക്കെ എല്ലാവരും ഒരു ആശങ്കയിലായിരിക്കും. പിന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സഹകരണം കാണുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല, ഈ പറഞ്ഞ ഇന്റേണലും ഒക്കെ വിഷയമാവുന്നത് കൊണ്ട്. പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള സഹകരണമോ കാര്യങ്ങളോ സപ്പോർട്ടോ കിട്ടിയിരുന്നോ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തുനിന്ന്? 150 പേരാണ് ഞങ്ങള് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്ലിനിക്കിൽ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ടാണ്, 4-5 പേരുടെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോസ്റ്റിങ്സ് വരിക, റൊട്ടേഷണൽ പോസ്റ്റിങ്സ്. അപ്പൊ നമ്മൾ ഈ 150 പേരെ പരസ്പരം കാണുന്നില്ല ഫസ്റ്റ് ഇയറിന് ശേഷം. പിന്നെ തിയറി ക്ലാസ്സുകൾ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പലരുമായിട്ടും സൗഹൃദങ്ങളുണ്ട്. എൻ്റെ വീൽ ചെയർ പല സ്ഥലത്തും ചിലപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചില സ്ഥലത്ത് സ്ലോപ്പുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, കൂടെ വരുന്ന ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ പോലും സഹായിച്ചവരും ഉണ്ട്. പക്ഷേ മനസ്സിലാക്കിയിട്ടും സഹായിക്കാതെ പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ ആവാനാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു എല്ലാവരും എന്താ പറയാ ഭയങ്കര പുണ്യമായി കാണുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സ്വന്തം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ ബേസിക് നീഡ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് സമൂഹത്തിലെ ഓരോ പേഷ്യൻസിൻ്റെയും അവസ്ഥകൾ മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലിഫ്റ്റിൻ്റെ കാര്യം എടുക്കാം. ലിഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ലിഫ്റ്റിൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ. പക്ഷെ സാധാരണ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് സ്റ്റെപ്പ് കയറി പോവാവുന്നതേ ഉള്ളൂ. പക്ഷെ പല സമയത്തും എനിക്ക് ഇവരെല്ലാവരും പോയി കഴിയുന്നത് വരെ ലിഫ്റ്റ് തിരിച്ചു വന്ന്
അതുവരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോ ഓവർലോഡ് ആയിട്ട് ലിഫ്റ്റ് കേട് വന്നു പോകും. അപ്പൊ പക്ഷെ എനിക്ക് മാത്രം ക്ലാസ്സിലോട്ട് എത്താൻ പറ്റില്ല. ഈ ലിഫ്റ്റിൽ കയറിയ കുട്ടികളൊക്കെ സ്റ്റെപ്പ് കയറി ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവും. ഈ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ മാത്രം ക്ലാസ്സുകളും അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് തവണ പ്രിൻസിപ്പളിന് റിക്വസ്റ്റ് കൊടുത്ത് ശരിയാവാതെ അവിടുത്തെ യൂണിയൻ മെമ്പേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ കാര്യത്തിനായിട്ട്. എനിക്ക് എക്സാം ഹാളിലോട്ട് ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ 3 കൊല്ലം ഇരുന്ന് എക്സാം എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് എക്സാം എഴുതേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും അതൊരു പ്രിവിലേജ് ആയിട്ട്, നീ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഇരുന്നല്ലേ എക്സാം എഴുതിയെന്നൊക്കെ പ്രിവിലേജ് ആയി പറയുമ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും അതൊരു വളരെ മോശം മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു എക്സാമാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയി പോവാണ്. എല്ലാവരുടെയും കൂടെ ഇരുന്ന് എക്സാം എഴുതുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന്, അതും പ്രിൻസിപ്പൾ ഉണ്ടാവും, വൈസ് പ്രിൻസിപ്പൾ ഉണ്ടാവും, അവര് നമ്മളെ തന്നെ നോക്കിയിരിക്കും. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എക്സാം എഴുതുന്നതും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുകാര് തമാശയായി പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പലരും കളിയാക്കിയിട്ടുണ്ട്, നിനക്ക് എന്നും വേദനകളാണല്ലോ. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറ്, എൻ്റെ കുഞ്ഞു കുഞ്ഞു വേദനകളിലും എനിക്ക് എന്നും രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്നും രാവിലെ എല്ലാരും എത്തുന്ന പോലെ കൃത്യസമയത്ത് കോളേജിൽ എത്താൻ പറ്റുന്നുണ്ട്. എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് എല്ലാ പേഷ്യൻസിന്റെയും കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നുണ്ട്. അപ്പോ ആ കളിയാക്കലുകളെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കാറ്. ഞാൻ അവരോട് പറയും, നിങ്ങൾക്കൊക്കെ നടന്ന് കാല് കടയില്ലേ, പക്ഷെ എനിക്ക് കാല് കടയില്ലല്ലോ. അതുപോലെ ഇപ്പൊ കേഷീറ്റ് ഒക്കെ നമുക്ക് ഒരു ലോഡ് കേഷീറ്റ് ഉണ്ടാവും. ഇതും പിടിച്ച് വേർത്തൊഴിച്ച് നടക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോ ഇത് കണ്ടോ എനിക്ക് വണ്ടി ഉണ്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ ഞാൻ തമാശ രൂപത്തിലാണെങ്കിലും എനിക്ക് അതൊക്കെ പ്രിവിലേജ് ആയിട്ട് ഞാൻ എടുക്കാറുള്ളൂ. അപ്പോ കളിയാക്കലുകളാണെങ്കിലും അവിടെ ഉണ്ടായിട്ടുള്ള എന്താ പറയാ ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിലും അതിനെല്ലാം ഞാൻ നല്ല രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞല്ലോ, സപ്പോർട്ട് ചെയ്ത അധ്യാപകരുണ്ടായിരുന്നു? അയ്യോ, എല്ലാരും എനിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ സബ്ജക്ട്സിൽ പോയപ്പോൾ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരുന്നു അധ്യാപകർ. ഒ പിയിൽ അവരുടെ കൂടെ നിൽക്കും, കേസുകൾ പഠിപ്പിച്ചു തരാനാണെങ്കിലും എല്ലാ കാര്യത്തിനും. എനിക്ക് ചിലപ്പോൾ എല്ലാരും ഡോക്ടറെ ചുറ്റിന് നിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ എന്നെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ബാക്കിൽ നിൽക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ എന്നെ പ്രിഫർ ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എനിക്ക് മേലോട്ടൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സർജിക്കൽ ഫീൽഡ് ആണെങ്കിലും സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മൾ കണ്ടു പഠിക്കുകയാണ് ചെയ്യല്. അപ്പൊ ഫൈനൽ ഇയർ വരെയും കാണുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും അവര് ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അച്ഛനും അമ്മയും ആദ്യമൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു, ക്ലാസ്സിൽ ലാബിലേക്ക് പോകണമെങ്കിലും ഒക്കെ അവര് കൂടെ വേണമായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ പിന്നീട് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, അതോ അമ്മ എപ്പോഴും കൂടെ വേണ്ട സാഹചര്യമായിരുന്നു? എൻ്റെ ഫസ്റ്റ് ഇയറിൽ മിക്ക സമയത്തും അമ്മ കൂടെ ഉണ്ടായിരുന്നു. കാരണം അമ്മ അവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പലപ്പോഴും അവിടെ തന്നെ ആവശ്യമില്ലെങ്കിൽ പോലും എൻ്റെ അക്കാഡമിക് ബ്ലോക്കിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അമ്മയ്ക്ക്. ഈ ഹൗസ് സർജൻസി കാലം എങ്ങനെയായിരുന്നു? ഹൗസ് സർജൻസി പീരീഡില് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പ്രൗഡായിട്ട് പറയാനുള്ളത് ഈ പറയുന്ന പോലെയുള്ള 24 hours ഡ്യൂട്ടികൾ തന്നെയാണ്. PG
ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ കുറേ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്. അവരാണ് ഡെയിലി വീൽ ചെയർ ഒക്കെ ഇറക്കി തരിക. അതുമല്ലെങ്കിൽ പേരറിയാത്ത, എന്നെ പോലും അറിയാത്ത കുറേ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. അവരെനിക്ക് വീൽ ചെയർ കാറിൽ നിന്ന് ഇറക്കി തരും. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വിളിച്ച ഓടി വരും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ 1-2 ദിവസം ലീവ് എടുക്കുമ്പോൾ ഡോക്ടർ 2 ദിവസമായിട്ട് ലീവായിരുന്നു എന്ന് പറയുന്ന ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പേര് എന്നെ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശന്നിരിക്കുമ്പോൾ ഫുഡ് വാങ്ങിക്കൊടുന്ന് നേരത്തെ ഡോക്ടറെ ചോദിക്കാറുണ്ട്. അതൊക്കെ കുഞ്ഞു കാര്യമാണെങ്കിലും നമുക്കത് വലുതാണല്ലോ. അത് വലിയ ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പീരിയഡ് സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആവാറുണ്ട്. അപ്പോഴും നമുക്ക് ഡ്യൂട്ടിയിലായിരിക്കും ചിലപ്പോ. അപ്പോ ഞാൻ ചായ വെച്ച് തരട്ടെ ചോദിക്കാറുണ്ട് ചേച്ചിമാര്, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫൊക്കെ. അപ്പോ അങ്ങനത്തെ പല ആൾക്കാരും എൻ്റെ ലൈഫില് ഒരിക്കലും അവർക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമോന്ന് അറിയില്ല. പക്ഷെ മുഖം ഓർമ്മ ഇല്ലെങ്കിലും എൻ്റെ പ്രയേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ ഹൗസ് സർജൻസി കാലഘട്ടത്തിലെ കുറെ ആൾക്കാരിൽ ഇവരെല്ലാരും ഉണ്ടാവും. ഈ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ രോഗികളുടെ ഒരു പ്രതികരണം എങ്ങനെയാ? രോഗികളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതമാണ്. അവര് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡോക്ടർ അല്ല. വീൽ ചെയറിൽ പോകുമ്പോൾ എല്ലാവർക്കും, രോഗികൾക്ക് മാത്രമല്ല ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിലും ഭയങ്കര കൗതുകമാണ്. ചില പേഷ്യൻസ് ആദ്യമേ ഭയങ്കര ഫ്രണ്ട്ലി ആവും. പക്ഷെ ചില പേഷ്യൻസ് എന്താന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവരുടെ അസുഖത്തില് പേടി വന്നിട്ട് ഇനി എനിക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇനിയിപ്പൊ ജീവിച്ചിട്ട് എന്തിനാ ഡോക്ടറെ, ഇനിയിപ്പൊ ഞാൻ മരിക്കാറായില്ലേ, അങ്ങനെയൊക്കെ പറയണ രോഗികളുണ്ട്. അവരെ സംബന്ധിച്ച് ഞാൻ ഒരു 3, 4, 5 ദിവസം അവരുടെ അടുത്ത് പോയി കഴിയുമ്പോഴേക്കും വീൽ ചെയറിലുള്ള ഡോക്ടറായില്ലേ, പിന്നെ എനിക്ക് എന്താ എണീറ്റ് നടന്ന എന്ന് പറയാനുള്ള ഒരു രീതിയിലോട്ട് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊന്നും പറയാതെ തന്നെ നമ്മൾ അവർക്കൊരു പ്രചോദനമാവുന്നു. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അർച്ചന കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അത്രയും ബുദ്ധിമുട്ടുകളൊന്നും പഠനകാലത്ത് ഉണ്ടാവുന്ന അർച്ചന പ്രതീക്ഷിക്കുന്നുമില്ല. കുറച്ചുകൂടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യ സ്നേഹവും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ അതും ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല അർച്ചനയ്ക്ക്. അപ്പം അർച്ചനയ്ക്ക് ഉണ്ടായ അതേ ബുദ്ധിമുട്ടുകൾ തന്നെ അവിടെ രോഗികളും അനുഭവിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് സർക്കാരിലേക്ക് ഒരു പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് പരാതി എത്തുകയോ എപ്പോഴെങ്കിലും ചെയ്തിരുന്നോ? നമ്മൾ ഡയറക്ടർ ബോർഡിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭിന്നശേഷി വകുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷെ എന്നിട്ടും അതില് നടപടികളൊന്നും ഉണ്ടായില്ല. എൻ്റെ ഹൗസ് സർജൻസി കാലം തുടങ്ങുന്ന സമയത്താണ് അവിടെ ഒരു യൂറോപ്യൻ ബാത്റൂം വന്നത്, 4 കൊല്ലത്തിന് ശേഷം. അതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് എന്നുള്ളത് ആലോചിക്കണം. അക്കാഡമിക് ബ്ലോക്കിൽ ഒരു യൂറോപ്യൻ ബാത്റൂം വരുന്നത് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് അവിടെ കിട്ടി 4 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ അതിന് പല ന്യായീകരണങ്ങളും എനിക്ക് കിട്ടി. PWD ഫണ്ടില്ല, അതുപോലെ യൂണിയൻ ഫണ്ടില്ല, യൂണിയന് ഇടപെടാൻ പറ്റില്ല, പ്രിൻസിപ്പളിന് നേരിട്ട് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത്രയും ഒരു നീണ്ട കാലയളവ് അതിനെടുത്തു. അതേപോലെ തന്നെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, 3 കൊല്ലം ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ സ്പെഷ്യൽ പെർമിഷനോടെ എക്സാം എഴുതി. അവസാന വർഷമായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, 1 വർഷമെങ്കിലും എനിക്ക് എല്ലാ കുട്ടികളുടെയും ഒപ്പം ഇരുന്ന് എക്സാം എഴുതണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കുമോയെന്നറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും എക്സാം ഹാളിലോട്ട് ലിഫ്റ്റ് അപ്രൂവ് ആയി. എൻ്റെ ഫൈനൽ എക്സാം ഞാൻ എഴുതുന്നത് എക്സാം ഹാളിൽ ഇരുന്നിട്ടാണ്. പക്ഷെ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പല ഭാഗങ്ങളും ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല.
പഴയ ബിൽഡിംഗ് ആയതിൻ്റെ പല പോരായ്മകളും ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളതല്ല, ഏതൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും അവിടെ എത്രത്തോളം ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഒരു രോഗിക്ക് എത്രത്തോളം അവിടെ ആക്സസബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ അനസ്തേഷ്യ വിഭാഗം അത് 3ാമത്തെ ഫ്ലോറിലാണ്. പക്ഷേ എല്ലാ ഓപ്പറേഷന് മുന്നേയും അനസ്തേഷ്യ ഫിറ്റ്നസ് എടുക്കണം. അപ്പോൾ അനസ്തേഷ്യ ഫിറ്റ്നസ് എടുക്കാൻ ഈ പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻസ് എല്ലാം സ്റ്റെപ്പ് കയറി മേലോട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്നെ മാത്രം കൺസിഡർ ചെയ്തല്ല, ഒരു ആശുപത്രിയിൽ വരുന്ന രോഗികളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ രോഗികൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയോ തരത്തിൽ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ രോഗികൾ എന്നുള്ള ഒരു പേരിൽ അവരെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ആക്സസിബിൾ ആയ രീതിയിലായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഹോസ്പിറ്റലിൻ്റെ. എന്തെങ്കിലും കുഞ്ഞ് അസുഖം വന്നാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മെഡിക്കൽ കോളേജിലല്ലല്ലോ അപ്രോച്ച് ചെയ്യുക, നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലുകളിലാണ് ആദ്യം പോവുക. അപ്പം ആ സ്ഥലങ്ങളൊന്നും ഇപ്പോഴും ഡിസേബിൾ ഫ്രണ്ട്ലി ആവുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പരാതിയായി എന്താ പറയുക ബന്ധപ്പെടേണ്ട അധികൃതരെ അറിയിക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്, ഈ പരാതികൾ അവിടെ കിട്ടിയതിന് ശേഷവും ഇതെന്തുകൊണ്ടാണ് അപ്രൂവ് ആവാത്തത്, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഡിസേബിൾഡ് ആയ ഒരാൾക്ക് വേണ്ടി ഒരു ഡിസേബിൾഡ് ആയ ആൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് ഡിസേബിൾഡ് ആയ ഒരാൾക്ക് വേണ്ടി നോൺ ഡിസേബിൾഡ് ആയ ഒരുപാട് പേര് സംസാരിക്കുന്നതാണ്. ഔസർജൻസി കാലത്ത് 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ. അപ്പോഴൊക്കെ എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി? അവധികൾ വേണ്ടി വരാറുണ്ടോ? ഇപ്പോൾ 24 hours ഒക്കെ ഷിഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന സമയത്ത് വേദനകൾ വരാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് നേരമൊക്കെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ ഓക്കെ ആവാറുണ്ട്. അങ്ങനെ നീണ്ട അവധികളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അർച്ചന കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഫിസിക്കൽ സപ്പോർട്ട് മാത്രമല്ല, മെൻ്റൽ സപ്പോർട്ടും വളരെ വലുതാണ്. തീർച്ചയായിട്ടും അച്ഛനും അമ്മയും അത് രണ്ടും നൽകിയിട്ട് ഇത്രയും കാലം അർച്ചനയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാവും അർച്ചനയുടെ ധൈര്യവും ശക്തിയും ഒക്കെ. അച്ഛനും അമ്മയും കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഡിസേബിൾഡ് ആണ് എന്ന് എന്നെ തോന്നിപ്പിക്കാതെയാണ് വളർത്തിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അച്ഛനെയും അമ്മയും സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്ന കാര്യം. അർച്ചനയുടെ ഒരു FB പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ ഗോകുൽ കണ്ണൻ എന്നാന്ന് തോന്നുന്നു വിളിക്കുന്നത് അല്ലേ, കണ്ണൻ്റെ കൂടെയുള്ള ഒരു യാത്രേനെ കുറിച്ചൊക്കെ എഴുതിയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഒരു 10-20 കൊല്ലത്തെ പരിചയമുണ്ട്. അപ്പോൾ സഹതാപത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സങ്കടം തോന്നിയിട്ടോ പാവല്ലേ എന്ന് തോന്നിയിട്ടോ അങ്ങനെ ഒന്നുമല്ലാതെ എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ആ ഒരു പേഴ്സൺ തന്നെയാണ്. ഞാൻ പല സമയത്തും ഭയങ്കര ഡൗൺ ആവാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാറില്ല. കാരണം ഞാൻ സപ്പോസ് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അതിനേക്കാൾ ഡൗൺ ആയി പോകും. അതെനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെക്കാൾ മെൻ്റലി സ്ട്രോങ് ആയ ഒരാളുടെ അടുത്ത് മാത്രമേ നമ്മുടെ അത്രയും മോശപ്പെട്ട അവസ്ഥകളെക്കുറിച്ച് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടല്ലോ, അങ്ങനെ ഒരാളാണ് ഗോകുൽ എനിക്ക്. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, എനിക്ക് യാത്ര പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ യാത്രകളെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളും അതുപോലെ തന്നെ എന്ത് ഇഷ്ടങ്ങളാണെങ്കിലും ഞാൻ പറയാതെ തന്നെ എന്നെ
കുട്ടിക്കാലം മുതൽ കണ്ട് വളർന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അച്ഛനും അമ്മയും എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് അവൻ. നമുക്ക് പാർട്ട്ണർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫ് ലോങ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പാർട്ട്നേഴ്സ് ലൈഫ് ലോങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് പാർട്ട്ണർ ആയി വന്നുകൂടാ എന്നുള്ള ഒരു സംഭവം ആലോചിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഇതാണ് റൈറ്റ് ഡിസിഷൻ എന്ന് തോന്നി. നമ്മൾ രണ്ട് ഫാമിലിയോടും സംസാരിച്ചു. നമ്മൾ രണ്ട് ഫാമിലി ചെറുപ്പം മുതൽ അറിയുന്നതാണ്. അപ്പോൾ രണ്ട് ഫാമിലിക്കും സന്തോഷമായി. അപ്പോൾ എന്നെ ഇനി മുന്നോട്ടുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും ഇന്ന് വരെയുള്ള കാര്യത്തിലാണെങ്കിലും ഞാൻ എപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ടോ, ഏതൊക്കെ എക്സാമിന് ഇനി ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അവിടെയൊക്കെയും എനിക്ക് സപ്പോർട്ടായിട്ട് നിനക്ക് പറ്റും, നിനക്ക് ഡോക്ടർ ആവണ്ടേ, അല്ലെങ്കിൽ നിന്റെ ഡ്രീം ഇതല്ലേ എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഒരു വ്യക്തിയെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ആ വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ കൂട്ടാൻ പോവാ. നമുക്ക് കണ്ണന് വേണ്ടി ഒരു പാട്ട് പാടാം. കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമേ പ്രപഞ്ചത്തിൽ, ഒന്നുമേ പ്രപഞ്ചത്തിൽ, ഓമലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു, ഓമലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു, ഓമലാളെ നിന്നെ ഓർത്ത്. അർച്ചന ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതുവരെ വളരെ കുഞ്ഞു കുഞ്ഞു യാത്രകളായിരുന്നു. എനിക്ക് യാത്രകൾ പോവാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതും ബൈക്കിലാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള യാത്രകളാണ്. കാരണം ഞാൻ 1ാം ക്ലാസ് മുതൽ +2 വരെയും അച്ഛൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്നാണ് സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ബൈക്ക് റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ ഞാൻ ബൈക്കിൽ അധികം യാത്രകളൊന്നും പോയിട്ടില്ല, ദൂരോട്ടൊന്നും. നല്ലതും ചീത്തയായ കുറേ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. ആ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടുന്നത് എപ്പോഴും യാത്രകളിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് യാത്ര ആയിക്കോട്ടെ. ട്രെയിൻ യാത്ര ആകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഒരാളിരിക്കുമ്പോൾ കുറേ നേരം മിണ്ടാതിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു സഫോക്കേഷൻ തുടങ്ങും. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ചെന്ന് പേരൊക്കെ ചോദിക്കും, പരിചയപ്പെടും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും വെറുതെ യാത്രകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ സുഹൃത്തുക്കളായ പലരും ഇപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എൻ്റെ ഏതൊരു കാര്യത്തിനും വിളിച്ച് ഓടിയെത്താനും എന്നെ എടുത്തുകൊണ്ട് നടക്കാനും എൻ്റെ യാത്രകളെക്കുറിച്ചുള്ള ആഗ്രഹം പറയുമ്പോൾ എന്നാൽ നമുക്ക് അടുത്ത യാത്ര ആ ഡെസ്റ്റിനേഷനിലോട്ട് പോവാമെന്ന് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സുഹൃത്തുക്കളിൽ പലരും ഞാൻ ഇതുപോലെ യാത്രകളിൽ കൂടെയും അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ പരിചയപ്പെട്ട ആൾക്കാരാണ്. കോൺവക്കേഷൻ കഴിഞ്ഞപ്പോഴുള്ള അധ്യാപകരുടെയും ഒപ്പം പഠിച്ചവരുടെയും ഒക്കെ ഉള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. എനിക്കും ആ ഒരു സ്റ്റേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണ മൊമെന്റിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം നടന്നു. ഞങ്ങൾ 146 പേരാണ് അന്ന് ഗ്രാജുവേറ്റ് ആയത്. അതിൽ 145 പേരും ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഞാൻ പലപ്പോഴും
എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചു നേരം കൂട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്ന പല ആൾക്കാരും എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അവരൊന്നും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെൻ്റാണ്. കാരണം അതൊരിക്കലും എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച മൊമെൻ്റ് അല്ല. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ഞാൻ ഒരുപാട് രാത്രികളിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എൻ്റെ കൂടെ പഠിച്ച ബാക്കി എല്ലാ കൂട്ടുകാരും ചേർന്ന് നിന്ന് അംഗീകരിച്ച് ഇങ്ങനെ വലിയ ശബ്ദത്തോടെ കൈയടിച്ചപ്പോൾ എനിക്കവിടെ ചിരിക്കണോ കരയണോ അല്ലെങ്കിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. അപ്പോൾ അത് തന്നെയായിരുന്നു എനിക്ക് അന്നേ ദിവസം കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. അധ്യാപകർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് പേര് കെട്ടിപ്പിടിച്ചു, ബ്ലെസ് ചെയ്തു. ഡോക്ടർ ആവില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന കരുതിയ പലരും വന്ന് കെട്ടിപ്പിടിച്ചു, പലരും ബ്ലെസ് ചെയ്തു. തീർച്ചയായിട്ടും MBBS കഴിഞ്ഞ സ്ഥിതിക്ക് MD എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതിൽ MD എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? പീഡിയാട്രിക്സ്. ഇപ്പൊ എൻ്റെ കേസ് തന്നെ എടുത്താ എനിക്ക് SMA ആണെന്ന് ബയോപ്സി ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കി. 5ാമത്തെ വയസ്സിലാണ് മനസ്സിലാക്കുന്നത്. ആ വയസ്സിൽ എന്താണ് SMA, അല്ലെങ്കിൽ SMAയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇനി ഫർദർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ നോക്കിയ പീഡിയാട്രീഷ്യനും അതിനെക്കുറിച്ചൊരു അവബോധം കൊടുത്തിട്ടില്ല. SMA ആണ്, ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ചെയ്യാനുള്ളൂ, ഈ 2 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതൊരു കുട്ടിയുടെ ലൈഫിലും ആ കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവ് വേണ്ടത് ആ കുട്ടിയുടെ പാരൻസിനാണ്. അപ്പോൾ അവരെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവും. അതേപോലെ തന്നെ ജനറ്റിക് കണ്ടീഷൻസ് എല്ലാം ഏർലി ഡയഗ്നോസിസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ ലേറ്റ് ഡയഗ്നോസിസ് ആയിരുന്നു. ഇപ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് കുറേ അധികം അസുഖങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഡയഗ്നോസിസ് എന്നുള്ള കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് എന്നെപ്പോലെ ഡിസേബിൾഡ് ആയിട്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കപ്പെടാതെ ഡിസേബിൾഡ് ആയിട്ട് ജനിക്കേണ്ടി വരുന്ന കുട്ടികളുടെയും പാരൻസിന് വേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷനും സപ്പോർട്ടും എല്ലാം കൊടുക്കണം. ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള നിലയിൽ അതായിരിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും പല പാരൻസിനായാലും ഈ ഒരു അസുഖത്തിനെ കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഇനി മുന്നോട്ടേക്ക് ഒരു ജീവിതം ഇല്ല എന്ന് കരുതിയിട്ട് പലപ്പോഴും കുട്ടികളെ ഒരു പഠനത്തിനോ ഒന്നും പറഞ്ഞയക്കാതെ വീട്ടിൽ തന്നെ ഇരുത്തുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ, ബാക്കി അവരുടെ എല്ലാ ആക്ടിവിറ്റിയും നിന്നുപോയതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അത്തരം പാരൻസിനോട് അർച്ചനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ അച്ഛനെയും അമ്മയെ സംബന്ധിച്ച് SMA ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും SMAയെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടായിരുന്നില്ല അവർക്ക്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് ആ നോളജിൻ്റെ ലാക്ക് എന്ന് പറയുന്നത് ഒരുപാട് എന്നെ സംബന്ധിച്ച് അത് നന്നായിരുന്നു. കാരണം ഇപ്പോൾ SMA എന്ന് നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും കോടികൾ വില വരുന്ന മരുന്ന് എന്നൊക്കെ പറഞ്ഞ് SMAയെക്കുറിച്ച് വലിയ വലിയ ന്യൂസുകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ SMA എന്ന് പറയുന്നത് ഒരു റെയർ ഡിസീസ് ആണല്ലോ, അല്ലെങ്കിൽ ഇത് വന്നാൽ ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ കുട്ടി മരണപ്പെടും, അങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകളിലേക്കും ഇപ്പൊ പോകുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം. പക്ഷെ അച്ഛനും അമ്മയ്ക്കും SMA കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരും
ഇല്ലാതിരുന്നതുകൊണ്ട് അവർക്കറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു റെയർ ആയിട്ടുള്ള ഡിസീസാണ്. മരുന്നില്ല എന്നുള്ള കാര്യം മാത്രം അറിയായിരുന്നു. പക്ഷെ അവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ശരിയാവുമായിരിക്കും, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ. എനിക്കും സത്യം പറഞ്ഞാൽ ഒരു 12th ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് എഴുതാൻ പോകുന്നവരെ SMA എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ വലിയ ബോധേഡായിരുന്നില്ല. എന്താണ് എൻ്റെ അസുഖം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എൻ്റെ സ്വന്തം അസുഖത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കണ്ടേ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ SMA കുറിച്ച് കൂടുതൽ വായിക്കാൻ തുടങ്ങി, മനസ്സിലാക്കി. അങ്ങനെയാണ് SMA ഒരു റെയർ ഡിസീസാണ്. SMAക്ക് പല ടൈപ്പുകളുണ്ട്. പല ടൈപ്പ് ആൾക്കാർക്ക് ഫ്യൂച്ചറിൽ പല കോംപ്ലിക്കേഷൻസാണ് വരിക. നമ്മുടെ മസിൽസ് വീക്കായി വരും. അപ്പോൾ ആ വീക്കായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവില്ല. പക്ഷെ നമ്മൾ കുറേ ദിവസം ചെയ്യാതിരിക്കുമ്പോൾ ആ ആക്ടിവിറ്റീസ് പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് എക്സസൈസിന് SMAയിൽ ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ പാരൻസായിട്ട് ഷെയർ ചെയ്തു. അവർക്കും അങ്ങനെയാണ് ഇത് പ്രോഗ്രസീവായിട്ടുള്ളൊരു ഡിസീസാണ്, SMA ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാവുന്നത്. ഏതൊരു ഡിസീസാണെങ്കിലും അതിന് കുറേ പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതിന് കുറേ ലൈവ് എക്സാമ്പിൾസ് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ SMA എന്ന് പറയുമ്പോൾ എനിക്ക് SMA ആണല്ലോ, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുവെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടാന്നുള്ള കാര്യം എനിക്ക് ഇതേ സ്മൈലോടെ വേറൊരാളോട് ചോദിക്കാം. അതേപോലെ ഏതൊരു ഡിസീസ് ആണെങ്കിലും അതിന് ലൈവ് എക്സാമ്പിൾസ് ഉണ്ട്, അവരിതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് അത്രയൊന്നും കോംപ്ലിക്കേഷൻസ് ഉള്ള സംഭവങ്ങളല്ല. നമുക്ക് നന്നായി പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഡിസേബിൾഡ് ആയി ജനിച്ചു എന്നുള്ളത് കൊണ്ടും ഏതൊക്കെയോ ഡോക്ടർമാർ കുട്ടി ഡിസേബിൾഡ് ആണ്, ഇതാണ് ഡയഗ്നോസിസ് എന്ന് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തത് കൊണ്ടും ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യാൻ അവർക്കാർക്കും പറ്റില്ലല്ലോ. അത് ആ കുട്ടിയല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം ആ കുട്ടിക്ക് വളർന്നു വരാനുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. വീൽ ചെയറിലിരിക്കുന്ന ഡോക്ടേഴ്സ് പലരും ഉണ്ടായിട്ടുണ്ട്. അതായത് ആക്സിഡന്റ് ഒക്കെ ആയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നീട് വീൽ ചെയറിൽ, പക്ഷെ വീൽ ചെയറിൽ ഇരുന്നിട്ട് MBBS അപ്ലൈ ചെയ്യുകയും പിന്നെ MBBS അഡ്മിഷൻ എടുക്കുകയും ചെയ്തത് എനിക്ക് തോന്നുന്നു അർച്ചന തന്നെ ഉണ്ടാവുള്ളൂ, അല്ലേ? പല ഡോക്ടേഴ്സും MBBS ചേർന്നതിന് ശേഷം പല സാഹചര്യം കൊണ്ടും വീൽ ചെയറിലാവേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ അന്വേഷിച്ചതില് വീൽ ചെയർ ആയതിനു ശേഷം MBBS വീൽ ചെയറും കൊണ്ട് ചെന്ന് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ആള് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ചവരുടെ ഒരു കൂട്ടായ്മയാണല്ലോ മൈൻഡിന്റെ ഭാഗമാണ് അർച്ചന. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്. അത് ഒരു NGO ആണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി, മസ്കുലർ ഡിസ്ട്രോഫി രോഗബാധിതരുടെ ഒരു കൂട്ടായ്മയാണ് കേരളത്തിലെ. കൊറോണ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൻ്റെ അകത്തായി പോയി, ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ആയിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ അഭയസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മൈൻഡിലെ ഓരോ ആൾക്കാരെ പരിചയപ്പെടാൻ തുടങ്ങി. പതുക്കെ മൈൻഡ് നമ്മൾ ഒരിടം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സ്വപ്നം കാണുകയാണ്. അതൊരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി, മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച എല്ലാവരെയും ഒരു സ്ഥലത്ത് താമസിപ്പിക്കുക. നമുക്ക് അച്ഛനോ അമ്മയോ ഇല്ലാത്തൊരു കാലം വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് സങ്കടത്തോടെ ഒരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്ന
എല്ലാവർക്കും ഉത്തരമായിട്ട് ഒരിടം എന്നുള്ളൊരു വലിയ സ്വപ്നത്തിലോട്ടാണ് മൈൻഡ് എന്ന് പറയുന്ന സംഘടനയുടെ യാത്ര. അപ്പോൾ അതിലെ ഓരോ ആൾക്കാരോടും ഞാൻ എൻ്റെ ഡ്രീംസിനെ കുറിച്ച് പറയുമ്പോഴും എൻ്റെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോഴും അവർക്കൊക്കെ തിരിച്ച് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം, എനിക്ക് വീട്ടിൻ്റെ പുറത്ത് ഒന്ന് പോകണം, എന്നാണാവോ ഇനി വീടിൻ്റെ പുറത്തൊന്ന് ഇറങ്ങാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഞാൻ എന്നും ഡെയിലി വീടിന് പുറത്ത് പോകുന്നുണ്ട്. അപ്പം എനിക്ക് അത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അന്ന് ഞാൻ റിയലൈസ് ചെയ്തു, വീടിനകത്തുള്ളവരെ സംബന്ധിച്ച് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് വീടിന് പുറത്ത് പോവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത്, നമുക്കൊക്കെ വലിയ വലിയ യാത്രകൾ സ്വപ്നം കാണുമ്പോൾ അവർ മുറ്റത്തിറങ്ങി വീൽ ചെയറിലാണെങ്കിലും കുറച്ച് ദൂരം ഒന്ന് സഞ്ചരിക്കണം എന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പം എനിക്ക് മനസ്സിലായി, സ്വപ്നം എന്ന് പറയുന്നത് വലിയ വലിയ അന്താരാഷ്ട്ര സ്വപ്നങ്ങൾ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി.